ഖത്തറിൽ ബോംബ് വീണ് വിത്തിൻ സെക്കൻഡ്സിൽ വിത്തിൻ മിനിറ്റിൽ തന്നെ നമ്മുടെ അമേരിക്ക അവരുടെ സൈഡിൽ നിന്ന് അവർ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞു. അവരറിഞ്ഞിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അവർ വേറെ കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ ഖത്തറിലെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു തള്ള് നമ്മുടെ US-ന്റെ സൈഡിൽ ഒരു വന്നിട്ടുണ്ടായിരുന്നു. White House Press Secretary Caroline Leavitt saying the US military notified the president of the incoming attack shortly before the strike. The president views Qatar as a strong ally and friend of the United States and feels very badly about the location of this attack. അപ്പോൾ ഇങ്ങനെ ഒരു തള്ള് ഏതായാലും ഖത്തർ അതിനെ കംപ്ലീറ്റ്ലി ഇല്ല, ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് ഖത്തർ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഖത്തർ അങ്ങനെ പറയേ പറ്റുള്ളൂ. ഖത്തറിനെ അപലപിക്കുക എന്നല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗസയിലും ഈ പറഞ്ഞ ഇറാനിലും ഒക്കെ അപകടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ അപലപിക്കാറ് മാത്രമേ ഉള്ളൂ, നമ്മളെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അമേരിക്ക പറഞ്ഞ കാര്യത്തിനും ജസ്റ്റ് ഒന്ന് അപലപിച്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഖത്തർ ചെയ്യാൻ പോകുന്നില്ല എന്ന് പൊതുവേ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇറാനൊക്കെ വന്നിട്ട് ഖത്തറിൻ്റെ കൂടെ കൂടണം. അതേതായാലും ഇറാൻ വരാൻ പോകുന്നില്ല എന്നും നമുക്കറിയാം. ഇറാൻ ഡയറക്റ്റ് അടിക്കും, അല്ലാണ്ട് ഇറാൻ ഇവന്മാരെ താങ്ങി അടിക്കേണ്ട കാര്യം ഇറാനില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും വ്യക്തമായി തരാം. അപ്പം സത്യത്തിൽ ഖത്തറും അല്ലെങ്കിൽ ഇപ്പം ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസും ഉണ്ടല്ലോ, ഈ യൂറോപ്യൻ യൂറോപ്യൻസിൻ്റെയും അമേരിക്കൻസിൻ്റെയും ഇസ്രായേലിൻ്റെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അറബ് രാജ്യത്തെ ഭരണാധികാരികളുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങി ചത്തോടെ എന്ന് ചോദിക്കുന്നില്ല. ഇച്ചിരി നട്ടലിന് ഉറപ്പ് ഇറാനെ പോലെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു തോന്നൽ വന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇറാനെ കണ്ട് പഠിക്കണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. ചുമ്മാ യുദ്ധം ചെയ്ത ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ല, പക്ഷേ ഇങ്ങനെ ആസനം താങ്ങി എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അവരുടെ റിയൽ എസ്റ്റേറ്റ് വേണം, അല്ല അവരുടെ ഫണ്ട് വേണം, അവരെ കൂടെ അങ്ങനെ ഫണ്ട് കാശില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇറാനെ കണ്ട് ഇറാൻ ചെയ്ത പോലെ ഒന്നും ഈ പറഞ്ഞ ഒരു രാജ്യങ്ങളും എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. നട്ടൽ ഉറപ്പോടുകൂടി ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാനും പോകുന്നില്ല, ചെയ്യില്ല. ഇമോഷൻസും അപലപനങ്ങളും വാരി എറിയാൻ മാത്രം വരെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തിയ സമയത്തും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിൽ ആക്രമണങ്ങൾ നടന്ന സമയങ്ങളിലും നമ്മളൊക്കെ കുറേ വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പലവട്ടം ആ വീഡിയോയിലൊക്കെ ഇട്ടിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അറബിക് രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, UAE, ബഹ്റൈൻ, സൗദിയൊക്കെ മാറി നിന്നിട്ട് ട്വീറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റു പല യോഗങ്ങളിലൂടെയും ഈ പറഞ്ഞ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര അപലപനം, ഇമോഷണൽ അപലപനങ്ങൾ ഇങ്ങനെ വാരി എറിയായിരുന്നു ഗാസയിലുള്ള ജനങ്ങളോട്. അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാനെതിരെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത സമയത്തൊക്കെ അപലപനങ്ങൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. ഇപ്പം അതേ ഖത്തറിൽ 10 സ്ഥലങ്ങളിൽ 10 ബോംബാണ് വീണിട്ടുള്ളത് ഇന്നലെ. ഈ 10 ബോംബ് വീണ സമയത്ത് ഇതുപോലെ തന്നെ ഖത്തർ ഒഴികെ മറ്റ് അറബിക് രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെ ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ബാക്ക് ടു ബാക്ക് വന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടെ ഒക്കെ അവിടുത്തെ നേതാക്കൾ വന്ന് അപലപിച്ച് പോകുന്നുണ്ട്. സമാധാനമായിട്ടുണ്ടാവില്ലേ ഖത്തറിനൊപ്പം? ഇത്രയും കാലങ്ങളിൽ അപലപനങ്ങൾ കൊണ്ട് മാത്രം പല കാര്യങ്ങളും ചെയ്ത രാജ്യങ്ങളാണ് അറബിക്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിലോട്ട് മറ്റ് പ്രത്യേകിച്ച് യൂറോപ്യൻ, അമേരിക്കൻ, ഇസ്രായേലി പൗരന്മാർക്ക് ഓണറേബിൾ വിസയാണ്, ഏത് സമയത്തും വന്നു പോവാം, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇവരെ ആക്രമിച്ച അതേ രാജ്യങ്ങളിൽപ്പെട്ട ഈ അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും അവിടുത്തെ ആൾക്കാർക്ക് എപ്പം വന്ന് വേണമെങ്കിലും ഖത്തറിൽ ഇറങ്ങിയിട്ട് ഖത്തറിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തിട്ട് ഖത്തർ സംസാരിച്ച് ഖത്തറിൽ കാര്യങ്ങൾ കണ്ട് ഖത്തറിലെ എല്ലാം അറിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ഒരു പ്രശ്നങ്ങളുമില്ല. അത് അങ്ങനെ ഒരു പ്രത്യേകതരം എന്താ പറയുക സൗഹൃദം കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ഖത്തറും അതുപോലെ തന്നെ UAE, ബഹ്റൈൻ, സൗദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം അവസാനം അപലപിച്ച് സ്വന്തം നാട്ടിൽ ഇതുപോലൊരു പണി കിട്ടിയ സമയത്തും ഇങ്ങനെ അപലപിക്കാൻ മാത്രം വിധിച്ചിട്ടുള്ള ചില രാജ്യങ്ങൾ. ഇതിനൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ ഒന്നിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 4 എണ്ണം അവിടെ കൊണ്ടിട്ട് പൊട്ടിച്ച് പേടിപ്പിച്ച് അത് അമേരിക്കനാണെങ്കിലും വേണ്ടില്ല, ഈ ഇസ്രായേലിനാണെങ്കിലും വേണ്ടില്ല, പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഒരേ ഒരു നട്ടലുള്ള രാജ്യം ഇറാനാണ്. ഇപ്പം ഈ ഒരു സമയത്തും ഇപ്പം ഖത്തറിൽ ഇവർ ഈ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും തിരിച്ച് ഖത്തറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു സൈനിക ശക്തിയില്ല രാജ്യമല്ല ഖത്തർ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണത്. അമേരിക്കൻ്റെ ബേസ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അമേരിക്കക്ക് അങ്ങോട്ട് കാശ് കൊടുത്ത് ഒരു ബേസ് ഖത്തറിൽ നിർത്തി അത് ഞങ്ങൾക്ക് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിർത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഖത്തർ. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ചെറിയ രാജ്യമാണ്, കുറച്ച് പൈസയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ
വളരെ അധികം കുറച്ച് ജനസംഖ്യയുള്ള രാജ്യം. അപ്പോൾ അവർക്ക് വേണ്ടത് ഇതുപോലത്തെ അമേരിക്കയുടെ ഒരു സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രംപിന് വേണ്ടതും ഈ പറഞ്ഞ ഖത്തറിലും UAE-യിലും സൗദിയിലൊക്കെ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എത്രത്തോളം ഉണ്ടെന്ന് അവിടെ ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. അതെനിക്കും വ്യക്തമായിട്ട് അറിയാം, അവിടെ കുറച്ച് കാലം ഉള്ളതുകൊണ്ട്. ട്രംപിൻ്റെ ബിസിനസ്സുകൾ എത്രത്തോളം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ അങ്ങ് നിരന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം തന്നെയാണ്. ട്രംപിന് അതായത് ഖത്തറിൽ വന്ന് തിരിച്ചു പോകുമ്പം ട്രംപിന് ഒരു വലിയ കോടികളുടെ ഒരു ഫ്ലൈറ്റ് തന്നെയാണ് ഖത്തർ അമീർ കൊടുത്തു വിട്ടത്. ഇനിയിപ്പം അതേ അമേരിക്കയുടെ തന്നെ സപ്പോർട്ടോടു കൂടി ഈ പറഞ്ഞ ഇസ്രായേൽ ഇവിടെ ബോംബിട്ട സ്ഥിതിക്ക് ഖത്തർ അമീർ ചിലപ്പം ഒരു ഫ്ലൈറ്റും കൂടെ നെതന്യാഹുവിനൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് നമ്മുടെ ഒരു നിഗമനം എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാലം ഗസയിൽ പ്രശ്നങ്ങളുണ്ട്, ഫുഡ് കൊടുത്തു വിടുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിലുള്ള പ്രശ്നം വന്ന സമയത്തും ഒരുപാട് അപലപിച്ച് വിട്ടിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഒരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും അപലപിക്കുക അല്ലെങ്കിൽ കുറച്ച് ഫുഡ് കൊടുക്കുക, ഗസയിലെ പട്ടിണിക്കാർക്ക് ഫുഡ് കൊടുക്കുക എന്നല്ലാണ്ട് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസ്. അവർ ഏത് അറബിക് കൺട്രീസ് ആയിക്കോട്ടെ, എന്ത് അറബി രാജ്യങ്ങളായിക്കോട്ടെ, അവർക്ക് കിട്ടുന്ന രാജ്യത്ത് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സും അവരുടെ കച്ചവടവും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്കിങ്ങനെ ആസ്വദിച്ച് ഉല്ലസിച്ച് ജീവിച്ച് പോകണം എന്നുള്ള ആൾക്കാർ മാത്രമാണ്. നമ്മൾ ഒരുപാട് ഇറാൻ്റെ വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇതാ സൗദി ഇപ്പം സപ്പോർട്ട് ചെയ്യും ഇറാനെ, അല്ലെങ്കിൽ ഖത്തർ ഇപ്പം സപ്പോർട്ട് ചെയ്യും ഇറാനെ, അതല്ലെങ്കിൽ ഈ UAE ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറയാമെന്നല്ലാണ്ട് അതൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു സംഭവം മാത്രമാണ് ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് തന്നെ തിരിച്ചിപ്പം ഇവർക്കൊരു അടി കിട്ടിയ സമയത്ത് അമേരിക്കയുടെ പൂർണ്ണ അറിവോടുകൂടി അവർ തന്നെ അത് പറയുകയും ചെയ്തു. അമേരിക്കയുടെ അറിവോടുകൂടി ഇവിടെ വന്നിട്ട് നമ്മുടെ ഇസ്രായേൽ ഇത്രയും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതേ അടി എപ്പം വേണമെങ്കിലും സൗദിക്കും UAE-ക്കും ഒക്കെ കിട്ടാം. എന്നാലും നമ്മൾ അവരുടെ ആസനം താങ്ങി, നമ്മൾ യൂറോപ്യൻ വൈറ്റ്സിൻ്റെ ആസനം താങ്ങി തന്നെ ജീവിച്ച് മുന്നോട്ട് പോകണം. ഇതേപോലെ തന്നെ എന്താ പറയുക, ട്രംപിൻ്റെ ചന്തി ഒഴിഞ്ഞെടുത്ത് സുഖിപ്പിച്ച്, അതുപോലെ തന്നെ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന നെതന്യാഹുവിനോട് ഇൻഡയറക്റ്റായിട്ട് പല തരത്തിൽ അപലപിച്ച് തിരിച്ച് പണി കിട്ടുമ്പോൾ അങ്ങനെ കൈകോപ്പി വാങ്ങി ഒക്കെ ഞങ്ങൾക്ക് തന്നോളൂ എന്ന് പറഞ്ഞ് ജീവിക്കാൻ മാത്രം വിധിച്ചിട്ടുള്ള കുറേ ഭരണാധികാരികളും അതിനനുസരിച്ച് ജീവിക്കുന്ന അവിടുത്തെ ഭരണഘടനയും അത്രയുള്ളൂ അവിടെയൊക്കെ. അതിനപ്പുറത്തോട്ടൊന്നും ഖത്തറൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്നലെ 1-2 വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞു ഖത്തർ ആഞ്ഞടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഖത്തറൊന്നും ആഞ്ഞടിക്കാൻ പോകുന്നില്ല. സ്വന്തമായിട്ടൊരു സൈന്യം പോലില്ലാത്ത ഖത്തർ ഏതായാലും ആഞ്ഞടിക്കാൻ പോകുന്നില്ല. ഇനി ഇറാൻ എങ്ങാനും വന്ന് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് ത്രൂ ആഞ്ഞടിച്ചാൽ ഓക്കെ, അടിച്ചെങ്കിലായി. അതേതായാലും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ ഇറാൻ അവിടെ യുദ്ധം നടന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപലപിക്കാതല്ലാണ്ട് വേറൊരു സപ്പോർട്ടും കൊടുക്കാത്തതുകൊണ്ട് ഇറാനും നല്ല ശക്തമായിട്ട് തന്നെ അപലപിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ വാർ ലോൻ ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇസ്രായേൽ ചെയ്തത്. ഒരു നിയമങ്ങളോ ഒരു കാര്യങ്ങളോ അവർക്കില്ല. എന്തിനും ഒരു ഹമാസിൻ്റെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തും ചെയ്യുക, ഏത് രാജ്യത്തും പോയിട്ട് എവിടെയും ബോംബിടാൻ എന്തും ചെയ്യാന്നുള്ള അവസ്ഥയിലോട്ട് ഈ പറഞ്ഞ ഇസ്രായേൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അമേരിക്കൻ അതുപോലെ ആസനം താങ്ങി നടക്കുന്ന ഈ അറബിക് രാജ്യങ്ങൾക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് കിട്ടിയാലും ഇവർ പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, കിട്ടുന്നതൊക്കെ വാങ്ങിക്കും, വീണ്ടും അവരെപ്പോഴും സ്വാഗതം ചെയ്യും. അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഉപരോധങ്ങളോ കാര്യങ്ങളോ ഒരുപാട് ചെയ്യാനുണ്ടല്ലോ. ഈ പറഞ്ഞ പല ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം യുദ്ധം ചെയ്തതിൽ നിങ്ങളെ കൊണ്ടൊരു പിണ്ണാകും ചെയ്യാൻ പറ്റില്ല എന്നുള്ള എല്ലാവർക്കും ഓരോ. അതല്ലാത്ത ഏതെങ്കിലും നയതന്ത്രപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉപരോധമോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അതല്ലാണ്ട് നിങ്ങളെ കൊണ്ടൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഖത്തർ അമീർ ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇവിടെ എത്രയോ ബില്യൺ USDയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഇന്ത്യ ഈ ഖത്തറിൻ്റെ കണ്ണടച്ച് ഇതിനെ അപലപിച്ചിട്ടില്ല. പറഞ്ഞത് നടക്കാൻ പറ്റാത്ത ഭയാനകമായിട്ടുള്ളൊരു സംഭവം നടന്നു എന്ന് മാത്രം ഒരു ട്വീറ്റ് ചെയ്ത് നമ്മൾ തൽക്കാലം അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ഖത്തറിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പണി കിട്ടുന്നത് നമ്മുടെ ഇതെല്ലാം വ്യക്തമായിട്ട് തരാം. കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായിട്ടുള്ള മറ്റൊരു കരാറ് നമ്മൾ സൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് വക്രിത്തരം ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ആശ്രയം താങ്ങി ജീവിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യ സർക്കാർ. അതുകൊണ്ട് ഇറാനെ കണ്ട് പഠിക്കാൻ തന്നെയാണ് പറയുക എല്ലാവരോടും. അത് കണ്ട് പഠിക്കുക.